നിങ്ങൾ വണ്ടിയുമായിട്ട് എവിടെയെങ്കിലും പോയി വണ്ടി നിർത്തി പിന്നീട് വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ബാറ്ററിയൊക്കെ നല്ല ബാറ്ററിയാണ്, പക്ഷേ ബാറ്ററി വെള്ളം നോക്കിയപ്പം വെള്ളമില്ല, ആസിഡില്ല. അപ്പം വെള്ളമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇങ്ങനെ നോക്കും, എല്ലാ അടപ്പുകളും തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം വെള്ളമില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള വീട്ടിൽ പോയി പച്ചവെള്ളം മേടിച്ചിട്ട് എല്ലാത്തിനകത്തും ഒഴിക്കുക. അപ്പോൾ എല്ലാത്തിനകത്തും ഒഴിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലെഡുകൾ മുങ്ങിയാൽ മാത്രം മതി, മുകളിലേക്ക് നിറച്ചങ്ങ് ഒഴിക്കണ്ട. അങ്ങനെ ലെഡ് മാത്രം മുങ്ങുന്ന അവസ്ഥയിൽ പച്ചവെള്ളം മേടിച്ചൊഴിച്ച് വണ്ടി 10-15 മിനിറ്റ് അവിടെ ഇടുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ഈ ലെഡുകളൊക്കെ തമ്മിൽ കണക്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വണ്ടി ഓവറായിട്ട് ചാർജ് കയറുക, ഓവറായിട്ട് ഓടി ചൂടാവുകയൊക്കെ ചെയ്യുമ്പം ഇതിനകത്ത് ഈ കുറച്ച് വറ്റിപ്പോകുന്നതാണ് വെള്ളം. ഇപ്പോൾ പണ്ട് ആ കറുത്ത ബാറ്ററി ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ വെള്ളം വറ്റിപ്പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വറ്റിപ്പോകാറില്ല പ്ലാസ്റ്റിക് ബാറ്ററി ആയതുകൊണ്ട്. എങ്കിലും വറ്റിപ്പോകും, ചുരുക്കം ചില ഈ വെള്ളം കൂടുതലുള്ള ബാറ്ററികളുണ്ട്, അങ്ങനത്തെ ബാറ്ററിക്കാണ് അങ്ങനെ വെള്ളം വറ്റിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം വറ്റിപ്പോകും. അങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ലെഡ് മാത്രം മുങ്ങിയാൽ മതി, നിറച്ചൊഴിക്കൊന്നും വേണ്ട. ലെഡ് ജസ്റ്റ് ഒന്ന് മുങ്ങി, എല്ലാ ലെഡും കാണാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് വിട്ടിട്ട് 10-15 മിനിറ്റ് ഇടുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഡ്രൈ ആയി പോയതാണ്. ഡ്രൈ ആയി പോകുമ്പോൾ ഇതിനകത്ത് ആസിഡുണ്ട്. ആ ആസിഡിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇത് തമ്മിൽ വീണ്ടും ഒരു ആസിഡ് പോലെ അങ്ങോട്ടായിട്ട് വർക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ചുമ്മാ പച്ചവെള്ളം മാത്രം ഒഴിച്ചാൽ ചിലപ്പം വർക്കാവണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാലും വർക്കാവും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഷോർട്ടാകുന്ന പോലത്തെ ഒരു പരിപാടിയിലാണ് ഈ കറണ്ട് നിൽക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും ഷാർട്ടാവും. പിന്നെ ആസിഡ് ഒഴിക്കുമ്പോൾ നല്ലതാണ്, കുറച്ചുകൂടെ ചാർജ് നല്ല പവർ നിൽക്കും. അപ്പം ഇത് ആസിഡ് ആവുകയാണ്, വെള്ളം ആസിഡായി മാറുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ. എന്നിട്ട് നിങ്ങൾ പിന്നെ അതിലും ബാറ്ററി കടയിൽ പോയിട്ട് നല്ല ഇതിൻ്റെ മുകളിലേക്ക് ആ മാക്സിമം ലെവലിലേക്ക് ബാറ്ററി വെള്ളം മേടിച്ച് ഒഴിക്കുമ്പം അതിൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരമായി. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒഴിച്ചോ, ഒരു കംപ്ലൈൻറ്റും ഇല്ല.